നമസ്കാരം. എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുവായൂരപ്പൻ്റെ തിരുമുന്നിൽ ഭജനമിരിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഗുരുവായൂരിലെ ഭജനം അതിവിശേഷമാണ്. സർവേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പനെ ഭജിക്കാൻ നിരവധി അനുഷ്ഠാന കർമ്മങ്ങൾ ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഭജിക്കാൻ പ്രയാസം ഇല്ലാത്ത വിധം ഗുരുക്കന്മാരും കാരണവന്മാരും നിർദ്ദേശിച്ച ഭജനാ സമ്പ്രദായങ്ങൾ വേറെയുമുണ്ട്. സംവത്സര ഭജനം, ഷണ്മാസ ഭജനം, മണ്ഡലകാല ഭജനം, ദ്വാദശദിന ഭജനം, ത്രിദിന ഭജനം, ഏകദിന ഭജനം തുടങ്ങിയവയാണ് അവ. ഇവ കൂടാതെ എല്ലാ മാസത്തിലെയും ആദ്യ ദിനത്തിൽ നടത്തുന്ന തിങ്കൾ ഭജനം, എല്ലാ മാസത്തെയും 38 വ്യാഴാഴ്ച നടത്തുന്ന ഭജനം വേറെയും. ഓരോ വ്യക്തിക്കും അവരുടെ നിഷ്ഠകൾക്കനുസൃതമായ ഭജനാരീതി തിരഞ്ഞെടുത്ത് ഭഗവാനെ സംപ്രീതനാക്കാം. ദുരിത നിവാരണം, സൗഭാഗ്യം, ആത്മസംതൃപ്തി, ഐശ്വര്യം തുടങ്ങിയവയാണ് ഭജനത്തിൻ്റെ ഫലപ്രാപ്തിയായി പറയുന്നത്. ഇനി ഭജനമിരിക്കേണ്ട രീതികളെക്കുറിച്ചറിയാം. ശരിയായ നിഷ്ഠകൾ കൊണ്ട് മാത്രമേ ഭഗവാനെ സംപ്രീതനാക്കാൻ സാധിക്കൂ. ചെയ്യുന്ന കർമ്മം ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും നിഷ്ഠകൾ പാലിച്ചും ചെയ്യണമെന്നർത്ഥം. ഭജനമിരിക്കുന്നവർ അതിരാവിലെ 2 മണി കഴിഞ്ഞ് എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങൾക്ക് ശേഷം രുദ്രതീർത്ഥത്തിൽ മുങ്ങി ദേഹശുദ്ധി വരുത്തി കിഴക്കേ ഗോപുരവാതിൽക്കൽ എത്തണം. ഭജനത്തിനു വേണ്ടിയുള്ള നാമപുസ്തകങ്ങൾ കയ്യിൽ കരുതണം. നാരായണീയം, വിഷ്ണു സഹസ്രനാമ കീർത്തനങ്ങൾ, തിരുനാമം എന്നിവയിൽ ഏതെങ്കിലും ജപിക്കാം. ക്ഷേത്രത്തിനകത്ത് സ്വസ്ഥമായൊരിടം കണ്ടുപിടിച്ച് നാമജപത്തിൽ ഏർപ്പെടാം. 3 മണിക്ക് നട തുറക്കുമ്പോൾ തന്നെ നിർമ്മാല്യ ദർശനം നടത്തണം. വെളുപ്പിന് നിർമ്മാല്യം മുതൽ രാത്രിയിൽ നട അടക്കുന്നതുവരെയുള്ള പൂജകൾ യഥാസമയം ദർശിച്ച് പ്രാർത്ഥിക്കാം. മനസ്സ് ഭഗവാന് സമർപ്പിച്ച് നിർമ്മാല്യ ദർശനം നടത്തിയാൽ സകല പാപങ്ങളും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ഗുരുവായൂരപ്പനെ ദർശിച്ചു കഴിഞ്ഞാൽ ഗണപതി, ശാസ്താവ്, ഭഗവതി എന്നീ ഉപദേവതമാരെ തൊഴുത് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. എണ്ണ അഭിഷേകം, വാകച്ചാർത്ത് എന്നിവ ദർശിച്ച ശേഷം പുറത്തു കടന്ന് നാമം ചൊല്ലി 12 തവണ പ്രദക്ഷിണം നടത്തണം. ശയന പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കുന്നവർക്ക് അതും ആകാം. ചെയ്യുന്ന വ്യക്തിയുടെ കൂടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഹരേ രാമനാമം ജപിച്ച് ശയനപ്രദക്ഷിണം ചെയ്യുന്ന ആളുടെ പുറകെ നടക്കാം. അംഗപ്രദക്ഷിണം വേണമെങ്കിലും ആകാം. അതുകഴിഞ്ഞ് ഭഗവാന്റെ ബാലഗോപാല രൂപദർശനം നടത്തണം. 5 മണിക്ക് ശേഷമുള്ള ഗണപതി ഹോമം, ഉഷപൂജ എന്നിവ കഴിഞ്ഞ ശേഷം ഭഗവാനെ വീണ്ടും ദർശനം നടത്തണം. 7 മണിക്ക് മുമ്പുള്ള ശീവേലി എഴുന്നള്ളിപ്പിന് ഭജന പാടി പ്രദക്ഷിണമായി ഭക്തിയോടെ അനുഗമിക്കണം. 8 മണിക്കുള്ള പാലഭിഷേകം, നവകാഭിഷേകം, പൂജ എന്നിവ ദർശിച്ച് തൊഴുതു വണങ്ങുക. പന്തീരടി പൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പൻ്റെ അതിസവിശേഷ സപരിവാര പൂജയായ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുമ്പോൾ കളഭച്ചാർത്തണിഞ്ഞ ഭഗവാന്റെ ദിവ്യരൂപം ദർശിക്കണം. ശേഷം നാമം ചൊല്ലി പ്രദക്ഷിണം വെക്കണം. ഇടയ്ക്കുള്ള വിശ്രമവേളകളിൽ ഭാഗവതമോ മറ്റ് കൃഷ്ണസ്തുതികളോ പാരായണം ചെയ്യുകയോ ആകാം. വൈകുന്നേരം 4:30 മണിക്ക് നട തുറക്കുമ്പോഴേക്കും കുളിച്ച് ശുദ്ധി വരുത്തി ഭഗവാനെ ദർശിക്കണം. തുടർന്ന് വൈകുന്നേരത്തെ ശീവേലി എഴുന്നള്ളിപ്പിൽ പങ്കുകൊണ്ട് നാമം ചൊല്ലി പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ അനുഗമിക്കണം. സന്ധ്യാനേരത്തെ ദീപാരാധന തൊഴുത് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. രാത്രിയിലെ അത്താഴപൂജയ്ക്ക് ശേഷം 8:30 നട തുറന്നാൽ ദർശനം നടത്തണം. പിന്നീടുള്ള രാത്രി ശീവേലി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കണം. മിക്ക ദിവസങ്ങളിലും ചുറ്റുവിളക്കുണ്ടായിരിക്കും. ചുറ്റുവിളക്കിൽ പങ്കെടുത്ത് ദീപങ്ങൾ തെളിയിക്കുക. ഭഗവാന്റെ ചുറ്റുവിളക്ക് തെളിയിച്ചാൽ നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മാറുമെന്ന് മനസ്സിലാക്കി വേണം ലക്ഷം ദീപം തെളിയിക്കാൻ. ചുറ്റുവിളക്കിന് ശേഷമുള്ള തൃപ്പുക കഴിഞ്ഞ് നട തുറന്നാൽ ദർശനം ചെയ്ത് പ്രസാദം സേവിക്കാം. അതിനുശേഷം ഭഗവതി അഴൽ ദർശനം ചെയ്ത പ്രസാദം വാങ്ങുക. അവസാന ശീവേലി കഴിഞ്ഞ് ആനപ്പുറത്തു നിന്നും ഭഗവാന്റെ തിടമ്പ് ഇറക്കി കഴിയുമ്പോൾ
ശ്രീകോവിലിൽ ഭഗവാന് നിവേദിച്ച നെയ്യ് മേൽശാന്തി കൊടിമരത്തിൻ്റെ അടുത്ത് എത്തിക്കുന്നതാണ്. അത് വാങ്ങിക്കഴിച്ചു വേണം ഭജനം അവസാനിപ്പിക്കാൻ. പിന്നീട് ഭഗവാന്റെ തിരുമുമ്പിൽ ചെന്ന് സാഷ്ടാംഗം ദണ്ഡനമസ്കാരം ചെയ്യുക. സാഷ്ടാംഗ പ്രണാമം കഴിഞ്ഞാൽ രാത്രി വടക്കേ നടയിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും നടന്നുവരുന്ന ഗുരുവായൂരപ്പൻ്റെ ലീലാവിലാസങ്ങളായ കൃഷ്ണനാട്ടം, ആട്ടക്കഥകൾ ആസ്വദിക്കാം. ഭജനമിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ഭജനകാലത്ത് അമ്പലത്തിൽ നിന്നും ലഭിക്കുന്ന പഴം, പായസം, പ്രസാദങ്ങൾ, അന്നദാനം എന്നിവ മാത്രം ഭക്ഷിക്കുക. തിരക്കേറിയ ദിവസങ്ങൾ, ഉദയാസ്തമന പൂജ, മറ്റു പ്രധാന ആഘോഷ ദിവസങ്ങൾ എന്നീ വേളകളിൽ ഭജന ക്രമീകരണം ചെയ്ത് അവയ്ക്കനുസൃതമായി ദർശനം നടത്തുകയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഭജന കാലയളവിൽ സദാസമയം ക്ഷേത്രസന്നിധിയിൽ കഴിച്ചുകൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരക്കേറിയ ദിവസങ്ങളിൽ നിർമാല്യ ദർശനം കിഴക്കേ നടയിലുള്ള ദീപസ്തംഭ ചുവട്ടിൽ നിന്ന് വേണമെങ്കിലും ആകാം. ഭഗവാന്റെ പരിപാവനമായ സന്നിധിയിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്ന നാരായണീയം, ഭാഗവതം, ഭഗവത്ഗീത, തിരുനാമങ്ങൾ എന്നിവ ശ്രവിച്ച് ഹൃദയം നിർമ്മലമാക്കണം. കാലത്ത് 9 മണിക്ക് ശേഷമുള്ള ഹരേരാമ സങ്കീർത്തനം, വൈകുന്നേരത്തെ വിഷ്ണു സഹസ്രനാമം, നാരായണ കവച മന്ത്രജപം, ദീപാരാധന സമയത്തെ തിരുനാമജപം ഇവയൊക്കെ കാലങ്ങളായി മുടങ്ങാതെ ഭഗവാന്റെ സന്നിധിയിൽ നടന്നു വരുന്നതാണ്. ഇത് മൂന്നിലും പങ്കെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സമീപത്തുള്ള ക്ഷേത്രങ്ങളായ മമ്മിയൂർ, പെരുന്തട്ട, വെങ്കിടാചലപതി, പാർത്ഥസാരഥി, ചാമുണ്ടേശ്വരി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. ഇച്ഛാനുസൃതമായി വഴിപാടുകൾ നടത്തുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും വേണം. വളരെ തിരക്കേറിയ ക്ഷേത്രം ആയതിനാൽ എല്ലാ പൂജകളിലും പങ്കെടുക്കുന്നതിന് ധാരാളം പരിമിതികളുണ്ട്. ആയതിനാൽ പൂജകൾ കൊടിമരത്തിന് മുന്നിൽ നിന്ന് ദർശിക്കുകയും ആകാം. ഭജനം ചെയ്യുമ്പോൾ മനസ്സിലെ പ്രാരാബ്ധ ചിന്തകൾ മാറ്റിവെച്ച് മനസ്സ് നിർമ്മലമാക്കി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമപ്രീതിക്കായി ഭക്തിപുരസരം നിഷ്ഠയോടെ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. ഭജനം പൂർത്തിയായാൽ സർവേശ്വരനായ ശ്രീ ഗുരുവായൂരപ്പൻ കാരുണ്യം ചൊരിയും എന്നതിൽ സംശയമില്ല. ഭജനം ആത്മസംതൃപ്തിക്കും സന്തോഷത്തിനും കാരണമാകുന്നു.